കൊച്ചിയിൽ ഇന്ന് നടക്കാനിരിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം മാർ റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേൽക്കും എന്നുള്ളതാണ്. എപ്പോഴാണ് അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്യുന്ന ചടങ്ങ്? ആരൊക്കെയാണ് പ്രധാനമായും ചടങ്ങിൽ പങ്കെടുക്കുന്നത്? ധന്യ, ഇന്ന് ഉച്ചയ്ക്ക് 2:30-ക്കാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക. സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. ഇതിൽ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് 4ാമത് മേജർ ആർച്ച് ബിഷപ്പായിട്ട് ചുമതലയേൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന സിനഡിൻ്റെ തെരഞ്ഞെടുപ്പ് ഇതിന് ഒടുവിലാണ് ഈ പേര് പ്രഖ്യാപനമടക്കം ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്ന് നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ സഭയിൽ ക്ഷണിക്കപ്പെട്ടവരാണ് കൂടുതലായും തന്നെ പങ്കെടുക്കുക എന്നാണ് വ്യക്തമാക്കുന്നത്. കർദിനാൾ ജോർജ് ആലഞ്ചേരിയും അതോടൊപ്പം തന്നെ നിലവിൽ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ചുമതല വഹിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ പദവിയുള്ള ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കലും അതോടൊപ്പം തന്നെ മലങ്കര സഭയുടെ അധ്യക്ഷനായ KCBCയുടെ പ്രസിഡന്റായ കർദിനാൾ ക്ലിമിസ് കാത്തോലിക്ക ബാവ അടക്കമുള്ളവരുടെ ഒരു നീണ്ട നിര തന്നെ ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസ സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ക്ഷണിക്കപ്പെട്ടവർക്കാണ് ഇവിടേക്ക് മൗണ്ട് സെന്റ് തോമസിലേക്ക് പ്രവേശനമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം ഒരു പരിമിതമായ ആളുകൾ ഉള്ളൊരു സഞ്ചയമായിരിക്കും ഇന്ന് അദ്ദേഹം, അവർക്ക് മുന്നിലായിരിക്കും അദ്ദേഹം ഈ സ്ഥാനാരോഹണ ആകുന്നത്. ഇന്ന് അതിനുശേഷം ഈ സ്ഥാനാരോഹണ ചടങ്ങിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ദിവ്യബലിയും ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ചടങ്ങുകളെല്ലാം നടക്കുന്നത് മൗണ്ട് സെന്റ് തോമസിൽ തന്നെയായിരിക്കും. വലിയ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കടന്നുവരവിനെ കാണുന്നതെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പല വിഷയങ്ങൾ, കുർബാന ഏകീകരണം അടക്കമുള്ള വിഷയങ്ങളിൽ വിമത ശബ്ദമുയർത്തുന്ന വിശ്വാസികളും വൈദികരും അടക്കം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണവും അതുതന്നെയാണ്. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ തുറന്ന ചർച്ചകൾ ഉണ്ടാകും, ഒരു വാതിലും അടഞ്ഞിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. സഭയുടെ ഇപ്പോൾ നിലനിൽക്കുന്ന വിഷയങ്ങളിൽ ഇനി ഉള്ള ഒരു ഇടപെടൽ എന്തായിരിക്കുമെന്ന കാര്യങ്ങളായിരിക്കും ഇനി നോക്കുന്നത്. അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്ത ശേഷം പിന്നീട് ഒരു സിനഡ് സമ്മേളിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. അതിലായിരിക്കാം ഇനി പിന്നീടുള്ള ഒരു അജണ്ടകൾ തീരുമാനിക്കപ്പെടുക. ധന്യ. നന്ദി.